ഹായ്, ഇന്ന് ഞങ്ങളേ ഇവിടെ അടപ്രഥമൻ വെക്കുന്നതിൻ്റെ പണിപ്പുരയിലാണ്. ആദ്യം തന്നെ അട വേകാനായിട്ട് വെച്ചായിരുന്നേ. 200 ഗ്രാം പാക്കറ്റിൻ്റെ അടയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിന് 1.5 തേങ്ങയുടെ തേങ്ങാപ്പാൽ വേണം. തേങ്ങ ചിരക്കിയതിനകത്തോട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്നാം പാലും രണ്ടാം പാലും അതിൽ നിന്ന് എടുത്തായിരുന്നേ. ഇത് ഒന്നാം പാലാണ്. എന്നിട്ട് ശർക്കരയ്ക്കുള്ള പരിപാടി നോക്കാനായിട്ട് പോയേ. ശർക്കര എന്ന് പറഞ്ഞാൽ 200 ഗ്രാമിന് 1.5 കട്ട ശർക്കര മതിയായിരിക്കും. ആ ഒരു അളവിലാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ 1.5 കട്ട ശർക്കര എടുത്ത് പാനിയാക്കാനായിട്ട് പോയി. അത് പാനിയായി നല്ലപോലെ തിളച്ച് വന്നു. അങ്ങനെ തേങ്ങാപ്പാലും ശർക്കരപ്പാനിയൊക്കെ റെഡിയായ സമയം കൊണ്ട് നമ്മുടെ അടയും വെന്ത് സെറ്റായിരുന്നേ. അങ്ങനെ പ്രഥമൻ വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിന് തന്നെ പാത്രം വെച്ച് അതിനകത്തേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് വേണ്ട കശുവണ്ടിയും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാദ്യം തന്നെ അങ്ങ് വറുത്ത് കോരി മാറ്റി വെച്ചു. ആ നെയ്ക്കകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച് അട ചേർത്ത് കൊടുക്കുവാണേ. ഇന്നിവിടെ എടുത്തിരിക്കുന്ന മൈദാടയാണ്. നമ്മുടെ പൊതുവെ അരിയട ആയിരുന്നു വാങ്ങുന്നത്. മൈദാട കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഇന്ന് ഇത് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ അത് ചേർത്ത് കൊടുത്ത് കുറച്ച് ടൈം ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒഴിക്കുന്ന ശർക്കരപ്പാനി നന്നായിട്ട് കുറുക്കി സെറ്റായി അടയുടെ കളർ മാറി വരുന്ന ടൈം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു ടെക്സ്ചറൊക്കെ ആകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുവേ. അങ്ങനെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തേ. ഇത് ചേർത്ത് കഴിഞ്ഞും കുറച്ച് ടൈം നന്നായി ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി ഇതും അങ്ങനെ കുറുക്കി സെറ്റാക്കി എടുക്കണം. നന്നായിട്ട് കുറുകി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഇത് ഈ ഒരു ടെക്സ്ചറിൽ കുറുകി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തേക്ക് ഏലക്ക പൊടിച്ചതും ജീരകവും ചുക്കുപൊടിയും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വറുത്ത് വെച്ച കശുവണ്ടിയും മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പപ്പടമൊക്കെ കാച്ചി പപ്പടമൊക്കെ കൂട്ടി അടപ്രഥമൻ കഴിച്ചേ. അച്ചാറും എടുത്തിട്ടുണ്ട്. പ്രഥമൻ എപ്പോൾ കഴിച്ചാലും ഞാൻ അച്ചാർ എടുക്കുന്നതാണ്.